ലോകകപ്പിന്റെ ആവേശ തിരുനാളങ്ങളെല്ലാം അവസാനിച്ചു. ഇനി ക്ലബ്ബ് ഫുട്ബോളിന്റെ രാവുകളാണ്. ഒരു റയൽ മാഡ്രിഡ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ തീർത്തും ശോകകരമായിരുന്നു. പേരുകേട്ട പ്രതിഭനിര ഉണ്ടായിട്ട് പോലും പ്രതീക്ഷിച്ച പ്രകടനങ്ങളൊന്നും റയലിന്റെ ഭാഗത്തു നിന്ന് കണ്ടില്ലായിരുന്നു. സാബി അലൻസോ തന്ത്രങ്ങൾ ഓതി തുടങ്ങി പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ മടങ്ങിപ്പോയി. പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാതെ ടീമിന്റെ DNA വീണ്ടെടുക്കാൻ റയൽ മാഡ്രിഡിൽ കളിക്കാരനായും പരിശീലകനായും അനുഭവ സമ്പത്തുള്ള അൽവാരോ അർബലാവോ എത്തി. പക്ഷേ നിരാശ ഒഴിഞ്ഞില്ലായിരുന്നു. വീണ്ടും ഫുട്ബോൾ കണ്ണുകൾ ക്ലബ്ബ് തലത്തിലേക്ക് തിരിയുകയാണ്. റയൽ മാഡ്രിഡ് ആരാധകർക്ക് പ്രതീക്ഷിക്കാനും ആശ്വസിക്കാനും ഇക്കുറി പല കാരണങ്ങളുണ്ട്. പരിശീലക റോളിൽ ഇതിഹാസ തന്ത്രജ്ഞൻ ജോസെ മൗറിഞ്ഞോ എന്ന തന്ത്രശാലിയാണ് ഇത്തവണ റയലിന്റെ പരിശീലകൻ. തന്ത്രങ്ങളിലൂടെ എതിരാളികളുടെ പൂട്ടുകൾക്കിടയിലൂടെ അയച്ചുവിടാൻ അയാൾക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ അയാളുടെ മനസ്സിൽ പല മുഖങ്ങളും ഒളിഞ്ഞുകിടപ്പുണ്ട്. അത്തരത്തിൽ മറ നീക്കി വന്നവനാണ് ചെൽസിയിൽ നിന്ന് റയലിലേക്ക് എത്തിയ സ്പാനിഷ് താരം മാർക്ക് കുക്കുറെല്ല. ഏകദേശം 60 മില്യൺ യൂറോക്കാണ് താരം ടീമിലെത്തുന്നത്. കഴിഞ്ഞ സീസണിൽ റയലിന്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കാണപ്പെട്ട അഹന്തത ഇക്കുറി ഉണ്ടാക്കാൻ പാടില്ലെന്ന മൗറിഞ്ഞോയുടെ നിർബന്ധപ്രകാരമാണ് അനുഭവ സമ്പന്നനായ 21-കാരൻ കുക്കുറെല്ല 6 വർഷ കരാറിലാണ് ടീമിലെത്തുന്നത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചതും ആരാധകരെ നിരാശയാക്കിയതും ലെഫ്റ്റ് ബാക്കിലെ പോരായ്മകളായിരുന്നു. അൽവാരോ കരേസസ്, ഫെർലാൻഡ് മെൻഡി, ഫ്രാൻ ഗാർഷ്യ എന്നിവർ മാറി മാറി അണിനിരന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ സീസണിലെ മെഗാ ട്രാൻസ്ഫറിൽ ഒന്നായിരുന്നു കരേരസിന്റെ റയലിലേക്കുള്ള വരവ്. 50 മില്യൺ യൂറോക്കായിരുന്നു റയൽ ആ നീക്കം നടത്തിയത്. പ്രതീക്ഷിച്ച പോലെ ഒരു തുടക്കം ആദ്യ നാളുകളിൽ കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങളെല്ലാം തകിടം മറിയുകയായിരുന്നു. സീസൺ രണ്ടാം പകുതിയായതോടെ താരം പൂർണ്ണമായും റിസർവ് ബെഞ്ചിലേക്ക് മാറപ്പെട്ടു. എന്നാൽ മെൻഡി ഒട്ടുമോർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരധ്യായമാണ് റയൽ മാഡ്രിഡിലെ കഴിഞ്ഞ വർഷം. പരിക്കുകളാൽ എരിഞ്ഞ് മുറിവിൽ മരുന്നു പുരട്ടി തള്ളി നീക്കിയ നാളുകളായിരുന്നു അത്. ആകെ കളിക്കാനായത് 9 മത്സരങ്ങൾ മാത്രമായിരുന്നു. പരിക്കുകളും ഫോമില്ലായ്മയും വിനയായപ്പോൾ അടുത്ത പരീക്ഷണമായിരുന്നു യുവതാരം ഫ്രാൻ ഗാർഷ്യ. ഒരു പരിധിവരെ പ്രതിരോധത്തിലെ പിഴവുകളെല്ലാം നികത്തിയെങ്കിലും പൂർണ്ണമെന്ന് പറയാൻ അയാളുടെ പ്രകടനങ്ങൾ മതിയാകുമായിരുന്നില്ല. ഇത്തരം മോശം സിറ്റുവേഷൻ ടീമിൽ നിലനിൽക്കെയാണ് മൗറിഞ്ഞോയുടെ ഈ നീക്കം. ഇക്കുറി ലോക കിരീടം ചൂടിയ സ്പാനിഷ് പടയുടെ ലെഫ്റ്റ് ബാക്ക് കുക്കുറെല്ലയുടെ കരങ്ങളിലേക്ക് പ്രതിരോധ നിരയുടെ മുഴുവൻ വിശ്വസ്തതയും ഏൽപ്പിക്കുകയാണ്. ഇക്കുറി ലോകകപ്പിലുടനീളം 7 ക്ലീൻ ഷീറ്റുകളാണ് കുക്കുറെല്ലയടങ്ങുന്ന പ്രതിരോധ നിര സമ്പാദിച്ചെടുത്തത്. ലോകകപ്പ് കിരീടത്തിനൊപ്പം ഡ്രീം സ്ക്വാഡിലും താരം ഇടം നേടി. കുക്കുറെല്ലയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് ഈ കൂടുമാറ്റം. ലാമാസിയയിലൂടെയാണ് താരം കളി പഠിച്ച് തുടങ്ങുന്നത്. ആ കുഞ്ഞുബാലിൽ നിന്ന് വളർന്ന് 21-കാരനായി കളിക്കളത്തിലെ ബാർസയുടെ ഏറ്റവും വലിയ എതിരാളികളായ റയൽ മാഡ്രിഡിൽ പന്ത് തട്ടാൻ ഒരുങ്ങുകയാണ്. അതിനാൽ തന്നെ എൽ ക്ലാസിക്കുകളുടെ ആവേശം ഇരട്ടിയാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. ബാർസയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും വലവിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു റയലിന്റെ ഈ നീക്കം. ചെൽസി തട്ടിപ്പിടിഞ്ഞ് പ്രതാപം തപ്പുമ്പോഴും വ്യക്തിപരമായി കുക്കുറെല്ല തന്റെ മികവ് തെളിയിച്ചിരുന്നു. പക്ഷേ കെട്ടുറപ്പിന് ബലമില്ലാത്തത് അവരെ തളർത്തിക്കൊണ്ടേയിരുന്നു. ലോകകപ്പ് നേടിയതിനു ശേഷം കണ്ണു വീണതല്ല അയാളിൽ. അതിനു മുമ്പേ ജൂൺ 15-ന് മാഡ്രിഡ് അയാളെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരുന്നു. കുക്കുറെല്ലയുടെ റയലിലേക്കുള്ള കൂടുമാറ്റം നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. കളിയിലുടനീളം ഹൈ ഇന്റൻസിറ്റിയിലൂടെ എതിർ താരങ്ങളുടെ മുന്നേറ്റങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും ഒന്ന് ചലിച്ചു തുടങ്ങാൻ ഇടം നൽകാതെ നിരന്തരം പിന്തുടരാനും അയാൾ സമർത്ഥനാണ്. ഡിഫൻസീവ് ശൈലിയിൽ ഒന്നിലധികം റോളുകൾ കൈകാര്യം ചെയ്യുന്ന താരമാണ് കുക്കുറെല്ല. ലെഫ്റ്റ് ബാക്കായും മിഡിലേക്ക് കയറിച്ചെന്ന് ഇൻവേർട്ട് ഫുൾ ബാക്കായും അയാൾ കളം നിറയും. സമ്മർദ്ദഘട്ടങ്ങൾക്ക് അടിമപ്പെടാതെ പന്ത് കൈവശം വെച്ച് മത്സരം നിയന്ത്രിക്കാനുള്ള കഴിവ് അയാളുടെ പ്രത്യേകതയാണ്. പ്രതിരോധത്തിലെ പഴുതുകളടിച്ച് ടീമിനുള്ളിലെ ഈഗോ ക്ലാഷുകൾ തീർപ്പാക്കി ഒരു ചരടിൽ കോർത്തിട്ട മുത്തുകൾ പോലെ മൈതാനത്ത് ഒഴുകി തിരുത്തി കുറിപ്പിനായി ലോസ് ബ്ലാങ്കോസ് മൗറിഞ്ഞോക്ക് കീഴിൽ സജ്ജരാവുകയാണ്. എന്നിരുന്നാലും കാത്തിരുന്നു.